നമസ്കാരം പ്രിയപ്പെട്ടവരെ, മറ്റൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചമി പെറ്റ പന്തിരുകുലത്തിൻ്റെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പഞ്ചമി പെറ്റ പന്തിരുകുലം എന്ന് പറയുമ്പോൾ നമ്മൾ ഐതിഹ്യമാലയിൽ കാണുന്ന പറയിപ്പറ്റ പന്തിരുകുലം എന്ന കഥ തന്നെയാണ്. പഞ്ചമി എന്ന പേര് ഐതിഹ്യമാല അടയാളപ്പെടുത്തിയിട്ടില്ല എങ്കിലും നമ്മൾ പുറമേ ഇൻ്റർനെറ്റിലൊക്കെ വായിക്കുമ്പോൾ പഞ്ചമി എന്ന പേരാണ് വരരുചിയുടെ ഭാര്യ. ആ വരരുചിക്കും ഭാര്യ പഞ്ചമിക്കും ഉണ്ടായ മക്കളാണ് പന്തിരുകുലം എന്ന് പിന്നീട് അറിയപ്പെട്ടത്. പന്തിരുകുലത്തിൻ്റെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. നമുക്കൊരു വീഡിയോയിലൊന്നും പറഞ്ഞ് തീർക്കാൻ കഴിയില്ല, അത്രയ്ക്ക് ഒരുപാട് കഥകളുണ്ട്. എന്തായാലും ഈ ഒരു സീരീസ് ഞാനൊരു പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പന്തിരുകുലത്തിൻ്റെ കഥകൾ പറയുമ്പോഴേക്കും ആ പ്ലേലിസ്റ്റിലേക്ക് അത്തരം വീഡിയോകൾ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ പ്ലേലിസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു സെറ്റിങ്സ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റ് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, പന്തിരുകുലത്തിൻ്റെ കഥ കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വരരുചിയും പഞ്ചമിയും എങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നും എങ്ങനെയാണ് 12 മക്കൾ അവർക്ക് ഉണ്ടായത് എന്നുമാണ്. കഥ കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, മറക്കരുത്. അപ്പോൾ വരരുചി വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളെന്നറിയപ്പെടുന്ന പ്രതിഭാശാലികളിൽ ഒരാളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരിൽ 2 ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ മാത്രമല്ല, പുരാണത്തിലും മറ്റ് ശാസ്ത്രങ്ങളിലുമൊക്കെ അഗാധമായ പാണ്ഡിത്യമുള്ള ആളായിരുന്നു വരരുചി. അതുകൊണ്ട് തന്നെ രാജാവ് ഈ പുരാണത്തിലും ശാസ്ത്രങ്ങളിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് വരരുചിയോടാണ് പോയി ചോദിക്കുക. വരരുചി അതിനുത്തരം നൽകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്ന മറ്റു ചില പണ്ഡിതന്മാർക്ക് ഈ വരരുചിയോട് ഒരു അസൂയ ഉണ്ടായിരുന്നു. ഒരിക്കൽ രാജാവ് വരരുചിയോട് ഒരു സംശയം ചോദിച്ചു. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം ഏതാണ്? വരരുചിക്ക് അതിനുള്ള മറുപടി അറിയില്ലായിരുന്നു. അത് മനസ്സിലാക്കിയ രാജാവിന് ദേഷ്യം വന്നു. ദേഷ്യത്തിലെ രാജാവ് പറഞ്ഞു, ഈ ഉത്തരം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ ഇനി കൊട്ടാരത്തിൻ്റെ പടി കയറിയാൽ മതി, 41 ദിവസത്തെ സമയം തരും. വരരുചി സങ്കടത്തിൽ ഇറങ്ങിപ്പോയി. അത് കണ്ട് സന്തോഷിക്കാൻ പോകുന്ന ആളുകളെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. അവിടെ ഉണ്ടായിരുന്ന ഈ അസൂയുള്ള പണ്ഡിതന്മാരാണ്. വരരുചി എങ്ങനെയെങ്കിലും ഒഴിവാക്കിയിട്ടിയല്ലോ. വരരുചിക്ക് ഉത്തരം പറയാൻ പറ്റിയില്ല എന്നതിനേക്കാൾ കൂടുതൽ സങ്കടമുണ്ടാക്കുന്ന കാര്യം, എല്ലാ സംശയങ്ങൾക്കും രാജാവിന് മറുപടി കൊടുക്കുന്ന ആളാണ് താൻ. തനിക്കിതിൻ്റെ ഉത്തരം അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ നാണക്കേട് വേറെയില്ല. അങ്ങനെയുള്ള ഒരു സങ്കടത്തോടെയൊക്കെ ആണെങ്കിലും ഇയാൾ ഉത്തരം അന്വേഷിച്ച് നടന്നു. പക്ഷെ കാണുന്നവരൊക്കെ പറഞ്ഞു, അങ്ങനെ പ്രത്യേകിച്ച് പ്രാധാന്യമുള്ള വാക്യമൊന്നും രാമായണത്തിലില്ല, എല്ലാ വാക്യങ്ങളും ഒരേപോലെ പ്രാധാന്യമുള്ളതാണ്. പക്ഷേ ഈ കാര്യം പോയി രാജാവിനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. രാജാവിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം ഇതൊന്നുമല്ല എന്ന് വരരുചിക്ക് മനസ്സിലായി. അദ്ദേഹം തന്നെ അലച്ചിൽ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ രാജാവ് പറഞ്ഞ സമയപരിധിയൊക്കെ തീരാറായി. ഇദ്ദേഹം ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഒരു കാട്ടിലെത്തിപ്പെട്ടു. സമയം സന്ധ്യയോടെടുത്തു. ക്ഷീണമുണ്ട്, ദാഹമുണ്ട്, വിശപ്പുണ്ട്, അതോടൊപ്പം തന്നെ ഭയങ്കരമായ സങ്കടവുമുണ്ട് ഉത്തരം കിട്ടിയില്ല എന്നുള്ള കാര്യത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങാൻ കിടന്നു. വനദേവതമാരെ എന്നെ കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ഉറങ്ങാൻ കിടന്നത്. ഒരു ആൽമരത്തിൻ്റെ അടിയിലാണ്. ആ ആൽമരത്തിൻ്റെ മുകളിൽ കുറച്ച് വനദേവതമാർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പ്രാർത്ഥിച്ചത് തീർച്ചയായിട്ടും വനദേവതമാർ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ കാവല് എന്തായാലും അവർക്ക് ഏറ്റെടുത്ത് പറ്റുള്ളൂ. ആ സമയത്താണ് മറ്റ് ചില വനദേവതമാർ അവിടെ എത്തിയത്. അവർ ഒരു പ്രസവം നടക്കുന്ന വീട്ടിലേക്ക് പോകാനുള്ള തത്രപ്പാടിലായിരുന്നു. അവിടെ ചെന്ന് ചോരയും നീരും കുടിക്കാനുള്ള പരിപാടിയാണ്. ഈ വന്ന വനദേവതമാർ മരത്തിലിരുന്ന വനദേവതമാരോട് വരുന്നുണ്ട് എന്ന് ചോദിച്ചു. പക്ഷെ അവർക്ക് പോകാനുള്ള നിർവാഹമില്ലല്ലോ. കാരണം വരരുചി ഇവരോട് പ്രാർത്ഥിച്ചിട്ടാണ് കിടന്നിരിക്കുന്നത്. അപ്പോൾ വരരുചിക്ക് ഇവർ കാവലിരിക്കണം, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് ഈ മരത്തിലിരുന്ന വനദേവതമാർ പറഞ്ഞു. എന്നിട്ട് ഇതുകൂടി പറഞ്ഞു, നിങ്ങൾ പോയി തിരികെ ഇതേ വഴി തന്നെ വരിക, എന്നിട്ട് വിശേഷം പറയണമെന്ന് പറഞ്ഞു. വന്ന വനദേവതമാർ പ്രസവം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഈ വനദേവതമാർ വരരുചിക്ക് കാവലായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. രാത്രിയുടെ അവസാന യാമമായി. വരരുചി ഉണർന്നു. പക്ഷേ ഈ പറയുന്ന പോലെ സങ്കടം കൊണ്ട് അദ്ദേഹം കണ്ണൊന്നും തുറന്നില്ല. അങ്ങനെ അർദ്ധമയക്കത്തിൽ അങ്ങനെ കിടക്കുകയാണ്. ആ സമയത്താണ് ഈ പ്രസവം കാണാൻ പോയ വനദേവതമാർ തിരിച്ചെത്തിയപ്പോൾ ഇവർ വിശേഷങ്ങൾ ചോദിച്ചു. എവിടെയാണ് പ്രസവം നടന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ദൂരെയുള്ള ഒരു പറയിക്കുടലിലാണ് പ്രസവം നടന്നിരിക്കുന്നത്, പെൺകുട്ടിയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ മരത്തിലിരുന്ന വനദേവതമാർ ചോദിച്ചു, ആരായിരിക്കും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുന്നത്? ഉടനെ ഈ വന്ന വനദേവതമാർ പറഞ്ഞു, അത് മാംവിധി എന്ന ശ്ലോകം എന്താണെന്നറിയാതെ ഈ മരത്തിന് താഴെ കിടന്നുറങ്ങുന്ന വരരുചിയാണ് എന്ന്. ഈ വനദേവതമാർ പറയുന്നത് അർദ്ധമയക്കത്തിൽ കിടക്കുന്ന വരരുചി കേൾക്കുന്നുണ്ട്. വരരുചിക്ക് സന്തോഷവുമായി സങ്കടവുമായി. സന്തോഷമാകാനുള്ള കാരണം അദ്ദേഹം അന്വേഷിച്ച് നടന്ന ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി. ഇനി ധൈര്യമായിട്ട് രാജാവിൻ്റെ മുമ്പിൽ കയറിച്ചെല്ലാം ഈ ഉത്തരം അങ്ങോട്ട് പറയാം. സങ്കടമായത് താനാണല്ലോ ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടത് എന്നുള്ള കാര്യത്തിലും. എന്തായാലും വരരുചി നേരെ കൊട്ടാരത്തിലേക്ക് വെച്ചടിച്ചു. രാജാവാകട്ടെ ഈ വരരുചി പോയതിനു ശേഷം വലിയ സങ്കടത്തിലായിരുന്നു. കാര്യം ശരി, അന്നേരത്തെ ദേഷ്യത്തിന് ഇറങ്ങിപ്പോയിക്കോൾ, ഇനി ഉത്തരം കണ്ടെത്തിയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞെങ്കിലും വരരുചി തിരിച്ചു വരാതായപ്പോൾ രാജാവിന് സങ്കടമായി. ഇനി അദ്ദേഹം വല്ല നാട് വിട്ടു പോയി കാണുമോ,
ഇനി സങ്കടം കൊണ്ട് അദ്ദേഹം വല്ല കടുങ്കയും ചെയ്ത് കാണുമോ എന്നൊക്കെ ആലോചിച്ച് രാജാവും ദുഃഖത്തോടെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് വരരുചി തിരിച്ചു കയറി വരുന്നത്. വരരുചി തിരിച്ചു വരുന്നത് കണ്ടതോടെ രാജാവിന് സന്തോഷമായി. മാത്രമല്ല, ഉത്തരം കിട്ടിയിട്ടാണ് വരരുചി വന്നതെന്ന് രാജാവിന് മനസ്സിലായി. രാജാവ് ചോദിച്ചു, ഉത്തരം കിട്ടിയോ? അപ്പോൾ വരരുചി പറഞ്ഞു, ഉവ്വ്, ഗുരുകടാക്ഷത്താലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാലും ദൈവകൃപയാലും എനിക്ക് ഉത്തരം കിട്ടി. അപ്പോൾ രാജാവ് വീണ്ടും ചോദിച്ചു, എന്താണ് ആ ഉത്തരം? ഉടനെ ഇദ്ദേഹം പറഞ്ഞു, രാമം ദശരഥം വിധി, മാം വിധി ജനകാത്മജാം, അയോധ്യാം അടവീം വിധി, ഗച്ഛതാത യഥാസുഖം. ഇതാണ് ആ ശ്ലോകം. ആ ശ്ലോകത്തിലെ മാം വിധി എന്ന് പറയുന്ന വാക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. രാജാവിന് ഇത് കേട്ടപ്പോൾ സന്തോഷമായി. ഈ ഉത്തരം നൽകൽ മാത്രമല്ല, വരരുചി അത് വ്യാഖ്യാനിച്ചു കൊടുക്കുകയും ചെയ്തു. രാമൻ വനവാസത്തിന് പുറപ്പെടുന്ന സമയത്ത് രാമൻ്റെ കൂടെ പോകുന്നത് സീതയും ലക്ഷ്മണനുമാണ്. അങ്ങനെ രാമൻ്റെ കൂടെ പോകുന്ന ലക്ഷ്മണനെയാണ് സുമിത്ര ഇപ്രകാരം ഉപദേശിക്കുന്നത്. രാമം ദശരഥം വിധി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാമനെ ദശരഥനെ പോലെ കാണുക എന്ന് വെച്ചാൽ സ്വന്തം അച്ഛനെ പോലെ കാണുക. മാം വിധി ജനകാത്മജാം എന്ന് പറഞ്ഞാൽ ജനകാത്മജ എന്നത് ജനകരാജാവിൻ്റെ പുത്രി സീത. സീതയെ എന്നെപ്പോലെ കാണുക എന്ന് വെച്ചാൽ നിൻ്റെ അമ്മയെപ്പോലെ കാണുക. അയോധ്യാം അടവീം വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നത് കാട്ടിലേക്കാണല്ലോ. അടവി എന്ന് പറഞ്ഞാൽ കാട്. കാടിനെ അയോധ്യയായിട്ട് കാണുക. അങ്ങനെ യഥാസുഖം യാത്രയാകുക. ഇതാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനത്തിൽ പറയുന്നത് രാമനെ മഹാവിഷ്ണുവിനെ പോലെ കാണുക, സീതയെ ലക്ഷ്മി ദേവിയെ പോലെ കാണുക. രാമൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയോധ്യ കാടിന് സമാനമാണ്. പിന്നീട് യാത്രാമംഗളങ്ങളും നൽകുന്നു. ഇങ്ങനെ 10 രീതിയിൽ ഈ ശ്ലോകം വ്യാഖ്യാനിച്ചു കൊടുത്തുവെന്നാണ് ഐതിഹ്യമാലയിൽ പറയുന്നത്. രാജാവിന് സന്തോഷമായി. പക്ഷേ വരരുചിക്ക് പൂർണ്ണമായും സന്തോഷമായിട്ടില്ല. കാരണം ഈ പെൺകുട്ടിയെ വിവാഹം കഴിക്കേണ്ടി വരും എന്നുള്ളൊരു വിധി കൂടി വനദേവതമാർ പറഞ്ഞിട്ടുണ്ട്. അതൊഴിവാക്കാൻ വരരുചി ഒരു ഉപായം കണ്ടുപിടിച്ചു. രാജാവിനോട് പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഒരു സ്ത്രീ പ്രജ, ഒരു പെൺകുട്ടി ജനിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി വളർന്ന് 3 വയസ്സാകുമ്പോഴേക്കും ഈ രാജ്യം നശിക്കും. അതുകൊണ്ട് ആ പെൺകുട്ടിയെ വധിക്കണം. രാജാവ് ആകെ സങ്കടത്തിലായി. വരരുചി പറയുന്നത് തള്ളാൻ പറ്റില്ല. അതേസമയം ഒരു പെൺകുഞ്ഞിനെ വധിക്കുക എന്നത് രാജാവിന് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യവുമായിരുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു പോംവഴി കണ്ടെത്തി. ഈ പെൺകുട്ടിയുടെ തലയിൽ ഒരു പന്തം തറച്ചു വെക്കുക, എന്നിട്ട് വാഴപ്പിണ്ടി കൊണ്ട് ഒരു ചങ്ങാടം ഉണ്ടാക്കി അതിൽ ഒഴുക്കി വിടുക. അങ്ങനെ ഇപ്രകാരം ആ പെൺകുട്ടിയെ ചങ്ങാടത്തിൽ ഒഴുക്കി വിടാനായിട്ട് തീരുമാനിച്ചു. വരരുചി ഈ പെൺകുട്ടി എവിടെയാണ് ജനിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ രാജഭടന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അതനുസരിച്ച് ഭടന്മാർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വരരുചി ഒരു ദേശസഞ്ചാരത്തിലായിരുന്നു. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സമയമായപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വീട്ടിൽ കയറി ചെന്നു. ഭക്ഷണം കഴിക്കാനുള്ള സമയത്ത് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ബ്രാഹ്മണൻ വരരുചിയെ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു. പക്ഷേ വരരുചി ഇവരെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ ചില ചിട്ടകളൊക്കെ ഉണ്ട്, അതൊക്കെ സാധിച്ചു തരുമെങ്കിൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കാൻ വരുള്ളൂ. അപ്പോൾ ബ്രാഹ്മണൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു. വരരുചി ഉടനെ പറഞ്ഞു, ഞാൻ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് വീരാളിപ്പട്ടുടുക്കണം. അതിനുശേഷം 100 പേർക്ക് ഭക്ഷണം കൊടുത്താലേ ഞാൻ കഴിക്കുകയുള്ളൂ. എനിക്ക് ഭക്ഷണം വിളമ്പുമ്പോൾ 108 കൂട്ടം കറികൾ ഉണ്ടാകണം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ 3 പേരെ എനിക്ക് തിന്നണം. അത് കഴിഞ്ഞിട്ട് 4 പേർ എന്നെ ചുമക്കണം. ഇത് കേട്ടപ്പോൾ ഈ ബ്രാഹ്മണനാകെ കൂടി ധർമ്മസങ്കടത്തിലായി. എന്ത് ചെയ്യണമെന്നറിയില്ല. ഇദ്ദേഹം പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ബ്രാഹ്മണന് മനസ്സിലായി. പക്ഷെ അകത്തൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞു, അദ്ദേഹത്തോട് കുളിച്ച് വരാൻ പറയൂ, എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ശരിയാക്കാം. അതനുസരിച്ചിട്ട് വരരുചി കുളിക്കാൻ പോയി. ബ്രാഹ്മണന് ഈ പെൺകുട്ടി പറഞ്ഞത് ആശ്വാസമായെങ്കിലും ഇതെങ്ങനെ ചെയ്തെടുക്കുമെന്ന് ഒരു ധാരണയുമില്ലായിരുന്നു. പക്ഷേ പെൺകുട്ടി വളരെ ബുദ്ധിമതിയായിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് പഞ്ചമി എന്നാണ്. വരരുചി കുളി കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് കോണകം ഉടുക്കാൻ കൊടുത്തു. ഒരുതരം അടിവസ്ത്രമാണ് കോണകമെന്ന് പറയുന്നത്. ഇതാണ് വീരാളിപ്പട്ടെന്ന് വരരുചി ഉദ്ദേശിച്ചത്. അതിനുശേഷം വൈശ്വദേവം കഴിക്കാനുള്ള അല്ലെങ്കിൽ വൈശ്യം കഴിക്കാനുള്ള ചന്ദനവും പൂവും ഹവിസും നൽകി. ഈ വൈശ്യം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ദേവതമാർ തൃപ്തിപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 100 പേർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള കടമ്പയും കടന്നു. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ കറികളോടൊപ്പം ഇഞ്ചിക്കറി വിളമ്പി. ഇഞ്ചിക്കറി 108 കറികൾക്ക് സമാനമാണെന്നാണ് ചിന്ത. അപ്പോൾ 108 കറി വിളമ്പുക എന്നുള്ള വരരുചിയുടെ ആവശ്യവും നടന്നു. പിന്നീട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വെറ്റില, അടക്ക, ചുണ്ണാമ്പ് ഇതെല്ലാം ചേർത്ത് അദ്ദേഹത്തിന് മുറുക്കാൻ നൽകി. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് 3 പേരെ തിന്നുക എന്നുള്ളത്.
മുറുക്കിയതിന് ശേഷം അദ്ദേഹത്തിന് ഉറങ്ങുന്നതിന് വേണ്ടി കട്ടിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കട്ടിലിൽ കിടന്നുറങ്ങി. കട്ടിലിൽ 4 കാലുണ്ടല്ലോ, ഇതാണ് 4 പേരെ ചുമക്കണമെന്ന് വരരുചി പറഞ്ഞത്. ഇതെല്ലാം സാധിച്ച ഈ പെൺകുട്ടിയെ നമ്മളുടെ വരരുചിക്ക് അങ്ങേയറ്റം ബോധിച്ചു. ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണമെന്നുള്ള ചിന്ത വരരുചിയുടെ മനസ്സിലുണ്ടായി. ആഗ്രഹം ഈ ബ്രാഹ്മണനോട് പറഞ്ഞു. അദ്ദേഹം പഞ്ചമിയെ വരരുചിക്ക് വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം കഴിഞ്ഞ് അവരുടെ ഇങ്ങനെ സന്തോഷകരമായ ദിവസങ്ങൾ കടന്നു പോവുകയായിരുന്നു. ഒരു ദിവസം വരരുചി ഈ പഞ്ചമിയുടെ തലമുടി ചീകിക്കൊടുക്കുകയായിരുന്നു. ആ സമയത്ത് തലയിലൊരു മുറിവിൻ്റെ പാട് കണ്ടു. അത് കണ്ടപ്പോൾ വരരുചി പഞ്ചമിയോട് ചോദിച്ചു, എന്താണ് നിൻ്റെ തലയിൽ ഈ ഒരു വലിയ മുറിവിൻ്റെ പാട്? അപ്പോൾ പഞ്ചമി പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് എന്നെ പുഴയിൽ നിന്നും കിട്ടിയതാണ്. ആ സമയത്ത് എൻ്റെ തലയിലൊരു പന്തം തറച്ചു വെച്ചിരുന്നു. അങ്ങനെയുണ്ടായ മുറിപ്പാടാണ് അത്. അത് കേട്ടപ്പോൾ വരരുചിക്ക് കാര്യം മനസ്സിലായി. പണ്ട് തങ്ങൾ വാഴപ്പിണ്ടി ചങ്ങാടത്തിൽ ഒഴുക്കിവിട്ട അതേ പെൺകുട്ടിയെ തന്നെയാണ് ഇപ്പോൾ താൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. എന്തായാലും തലയിൽ എഴുതിയത് മായ്ക്കാൻ കഴിയില്ല എന്ന് സ്വയം ആശ്വസിച്ച് വരരുചി അങ്ങനെ ഇരുന്നു. പിന്നീട് ഇവർ രണ്ടുപേരും ചേർന്ന് ദേശാടനം ആരംഭിച്ചു. ഈ ദേശാടന കാലത്താണ് പഞ്ചമി 12 മക്കളെ പ്രസവിക്കുന്നത്. ഈ ദേശാടനം കേരളത്തിലൂടെയായിരുന്നുവെന്നാണ് ഐതിഹ്യമാലയിൽ പറയുന്നത്. യാത്രക്കിടയിൽ പ്രസവിക്കാൻ സമയമാവുമ്പോൾ ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിന് മറവിൽ പ്രസവിച്ചു കൊള്ളാനായിട്ട് വരരുചി പഞ്ചമിയോട് ആവശ്യപ്പെടും. അതനുസരിച്ച് പഞ്ചമി ഏതെങ്കിലും കുറ്റിക്കാട്ടിൻ്റെ മറവിൽ പ്രസവിക്കുന്നതിന് വേണ്ടി പോകും. വരരുചി ഒരു വശത്ത് മാറിയിരിക്കും. പ്രസവിച്ച് കഴിയുമ്പോൾ വരരുചി പഞ്ചമിയോട് ചോദിക്കും, കുട്ടിക്ക് വായുണ്ടോ? അപ്പോൾ പഞ്ചമി മറുപടി പറയും, അതെ വായുണ്ട്. വാകേറിയ ദൈവം ഇരയും നൽകിക്കൊള്ളും എന്ന് പറഞ്ഞ് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോരാൻ വരരുചി ആവശ്യപ്പെടും. ഭർത്താവ് പറയുന്നത് അതേപോലെ ആചരിക്കുക എന്നുള്ളതാണ് അന്നുള്ള ഭാര്യമാർക്കുള്ള ഒരേ ഒരു ധർമ്മം. അതനുസരിച്ചിട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ച് മനസ്സോടെയാണെങ്കിലും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പഞ്ചമി വരരുചിയെ പിന്തുടർന്നു. ഇങ്ങനെ 11 പേരെ പ്രസവിച്ചപ്പോഴും ഇതേപോലെ തന്നെ ആവർത്തിച്ചു. അവസാനം 12ാമത്തെ കുട്ടിയെ പ്രസവിക്കാൻ സമയമായപ്പോൾ പഞ്ചമി മനസ്സിൽ വിചാരിച്ചു, ഇത്തവണ ചോദിക്കുമ്പോൾ വായില്ല എന്ന് പറയാം. അപ്പോൾ തനിക്ക് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകാമല്ലോ. അതനുസരിച്ച് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ വരരുചി ചോദിച്ചു, കുഞ്ഞിന് വായുണ്ടോ? അപ്പോൾ പഞ്ചമി അവരോട് പറഞ്ഞു, ഇല്ല, കുഞ്ഞിന് വായില്ല. എന്നാൽ ആ കുട്ടി എടുത്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെടുത്ത് കുറച്ചു ദൂരം നടന്നു നോക്കുമ്പോഴാണ് പഞ്ചമി മനസ്സിലാക്കുന്നത് കുട്ടിക്ക് വായില്ല എന്നുള്ളത്. കുട്ടിയുടെ വായ് അപ്രത്യക്ഷമായിരിക്കുന്നു. ആ കുഞ്ഞിനെ ഒരു കുന്നിൻ മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. ആ കുഞ്ഞാണ് പിന്നീട് വായില്ല കുന്നിലപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അങ്ങനെ വായില്ല കുന്നിലപ്പനടക്കം 12 പേരെയാണ് പഞ്ചമി പ്രസവിച്ചത്. അവരാണ് പിന്നീട് പറയിപെറ്റ പന്തിരുകുലം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ പഞ്ചമി പെറ്റ 12 പേരെക്കുറിച്ച് ഒരു ശ്ലോകമുണ്ട്. അതിങ്ങനെയാണ്: മേഴത്തോൾ അഗ്നിഹോത്രി രചകൻ ഉളിയന്നൂർ തച്ചനും പിന്നെ വള്ളോൻ വായില്ല കുന്നിലപ്പൻ വടുതല മരുവും നായർ കാരയ്ക്കൽ മാത ചെമ്മേ കേളപ്പുകൂറ്റൻ പെരിയ തിരുവരങ്കത്തെഴും പാണനാരും നേരെ നാറാണത്വ ഭ്രാന്തനുടൻ അകവൂർ ചാത്തൻ പാക്കനാരും. ഇങ്ങനെ 12 പേര്. അഗ്നിഹോത്രി രചകൻ ഉളിയന്നൂർ തച്ചൻ, വള്ളോൻ വായില്ല കുന്നിലപ്പൻ, വടുതല നായർ, കാരയ്ക്കൽ അമ്മ, കേളപ്പുകൂറ്റൻ, പാക്കനാര്, നാറാണത്വ ഭ്രാന്തൻ, അകവൂർ ചാത്തൻ, പാണനാര്. ഇത്രയും പേരാണ് പറയിപെറ്റ പന്തിരുകുലത്തിലെ മക്കൾ. ഈ മക്കളെക്കുറിച്ചുള്ള കഥകളൊക്കെ ഒരുപാടുണ്ട്. ആ കഥകൾ തീർച്ചയായിട്ടും ഇനിയുള്ള ചില വീഡിയോകളിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത്തരം കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു കഥയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നമസ്കാരം.